ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കുബൂസിൻ്റെ റെസിപ്പിയാണ്. ലബനീസ് ബ്രെഡ്, അറബിക് ബ്രെഡ് എന്നൊക്കെ പറയും. ഇത് നമ്മൾ വീട്ടിൽ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ ഈസ്റ്റ്, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇവയെല്ലാം കൂടെ ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ചൂടുള്ള വെള്ളമാണ്. ഒരു അരക്കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സായി കൊടുത്തിട്ട് നമുക്കൊരു അരമണിക്കൂർ വരെ പൊങ്ങാൻ വേണ്ടി വെക്കാം. ഒരു 15 മുതൽ അരമണിക്കൂർ വരെ ആകുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വരും. ഇതങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കാം. എന്നിട്ട് ഇതങ്ങ് മാറ്റി വെക്കാം. വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 3/4 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അതും കൂടെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സായി കൊടുത്തിട്ട് നമുക്കതൊരു ചപ്പാത്തി മാവ് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഈസ്റ്റിൻ്റെ മിക്സാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഇതിലേക്ക് പാലാണ്. ചെറിയ ചൂടുള്ള പാൽ വേണം ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് വേണ്ടി അരക്കപ്പും 2 ടേബിൾ സ്പൂൺ പാല് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് സോഫ്റ്റാക്കി കുഴച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ തൂത്ത് കൊടുത്തിട്ട് വെറ്റായിട്ടുള്ളൊരു തുണി ഇതിൻ്റെ മേലെ കൂടെ കവർ ചെയ്തിട്ട് ഒന്നങ്ങ് അടച്ചു വെക്കുക. ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. അപ്പോൾ എയർ ബബിൾസ് എല്ലാം നന്നായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കളയണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ളൊരു ചപ്പാത്തി പലക എടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റിന് താഴെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇങ്ങനെ ഈക്വൽ ആയിട്ടുള്ള പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിയുടെയും പത്തിരിയും പോലെ ഒന്നും കട്ടി കുറവാകാൻ പാടില്ല. ആവശ്യത്തിന് കട്ടിക്ക് തന്നെ ഇരിക്കണം. നമ്മൾ ഓരോരോ ബോളുകൾ ഉണ്ടാക്കി വെച്ച ശേഷം നമ്മൾ വെറ്റായിട്ടുള്ള ഒരു തുണി കൊണ്ട് കവർ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആയി പോവും. നമ്മൾ വിചാരിച്ച അത്ര നല്ല കുബൂസ് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. ഇനി ഓരോന്നും നമുക്ക് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദമാവ് ഇതിന് മേലെ കൂടെ വിതറിയിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. തിരിച്ചും മറിച്ചിട്ടിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ പരത്തിയെടുക്കണ്ട. ഇതിപ്പോൾ കട്ടി റെഡിയാണ്. അതിൻ്റെ മേലേക്ക് ഞാൻ പാത്രം വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളെല്ലാ കുബൂസും ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വെക്കുക. നേരത്തെ കവർ ചെയ്ത പോലെ തന്നെ കവർ ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിപ്പോവും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മുടെ കുബൂസ് എല്ലാം നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് വേണ്ടിയിട്ട് ആദ്യത്തെ കുബൂസ് ഞാൻ ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് ഒന്ന് അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വീർക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇങ്ങനെ എല്ലായിടത്തും മൊത്തത്തിൽ ഇങ്ങനെ വീർത്ത് വന്നിട്ട് വേണം നമുക്ക് സൈഡ് തിരിച്ചും മറച്ചിട്ടിട്ട് ആ ഒരു ഷെയ്ഡിലേക്ക് കൊണ്ടുവരാം. ഇതിപ്പോൾ മൊത്തത്തിൽ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് സൈഡൊന്ന് തിരിച്ചിട്ടിട്ട് കുറച്ചും കൂടെ ഒന്ന് വേവിച്ച ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ കുബൂസും റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുബൂസ് എല്ലാം സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഗാർലിക് സോസിൻ്റെ കൂടെയോ നോൺ വെജ് കറികളൊക്കെ കൂട്ടിയിട്ടും കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഗാർലിക് സോസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.